കളമശ്ശേരി HMDക്ക് സമീപം കണ്ടെത്തിയ മൃതദേഹം കാണാതായ സൂരജ് ലാമയുടേതാണ് എന്ന് സംശയം. മൃതദേഹത്തിന് 1 മാസത്തോളം പഴക്കമുണ്ട്. സൂരജ് ലാമയുടെ മകനോട് കൊച്ചിയിലേക്ക് വരാൻ പോലീസ് ആവശ്യപ്പെട്ടു. റിയ ബേബിയുണ്ട്. റിയ, വിവരങ്ങൾ. രതീഷ്, കളമശ്ശേരി HMDക്ക് സമീപം നമ്മൾ ഈ കാണുന്ന ആളൊഴിഞ്ഞ ഭാഗത്തു നിന്നാണ് ഒരു പുരുഷന്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. 1 മാസത്തിലധികം പഴക്കമുണ്ട്. ആളെ കൃത്യമായി തിരിച്ചറിയാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. അല്പസമയം മുമ്പ് ആലുവ DYSP പ്രദീപ് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് സൂരജ് ലാമയുടേതാണോ എന്നൊരു സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ മകൻ സാന്റൻ ലാമയോട് കൊച്ചിയിലേക്ക് എത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം വിശദമായൊരു പരിശോധന, സ്പെഷ്യൽ ടാസ്കിൻ്റെയും ഫോഴ്സിൻ്റെയും ഒക്കെ ഒരു പരിശോധന ഈ മേഖലയിൽ നടത്തിയിരുന്നു. അതിനിടയിലാണ് ഈ കളമശ്ശേരിയിൽ വെച്ച് ഇങ്ങനൊരു മൃതദേഹം കണ്ടെത്തുന്നത്. നേരത്തെ തന്നെ ഈ കുവൈറ്റിൽ വ്യവസായിയായിരുന്ന സൂരജ് ലാമ നിർഭാഷയിലേക്ക് അവിടേക്ക് നാട് കടത്തുകയായിരുന്നു. ഇവിടെ എത്തി പിന്നീട് സൂരജ് ലാമയെ കാണാതാവുകയായിരുന്നു. അതേ തുടർന്നാണ് മകൻ സാന്റൻ ലാമ ഇവിടെ എത്തുകയും നാട്ടുകാരുടെയും ഒക്കെ സഹായത്തോടുകൂടി ഈ ദിവസവും ഓട്ടോറിക്ഷയിൽ തെരച്ചിൽ നടത്തുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ കളമശ്ശേരി ഭാഗത്തൊക്കെ സൂരജ് ലാമ എത്തിയിരുന്നു എന്ന സംശയങ്ങൾ CCTV ഒക്കെ നോക്കി നേരത്തെ തന്നെ മകൻ സാന്റൻ നമ്മളോടടക്കം പങ്കുവെച്ചതാണ്. ഏതാണ്ട് അതേ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെതെന്ന് സംശയിക്കുന്ന ഒരു മൃതദേഹമാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. പോലീസ് വ്യക്തമാക്കുന്നത് ഉറപ്പിക്കാൻ പൂർണ്ണമായും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് മകനോട് കൂടി ഇവിടേക്ക് എത്താൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശാസ്ത്രീയ പരിശോധനകൾ കൂടി ആവശ്യമായി വരും. പക്ഷേ ഏറെക്കുറെ ചില സാമ്യതകളുണ്ട്, ചില നിഗമനങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് മകനോട് ഇവിടേക്ക് എത്താൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പക്ഷേ ഉറപ്പിക്കണമെങ്കിൽ ശാസ്ത്രീയ പരിശോധനകൾ തന്നെ വേണ്ടിവരും. പൂർണ്ണമായും തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ 1 മാസത്തോളം പഴക്കമുള്ള രീതിയിലാണ് HMDക്ക് സമീപമുള്ള ഈ ഒഴിഞ്ഞ പറമ്പിൽ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. സൂരജ് ലാമയെ കാണാതായതും ഒക്ടോബർ 5-ാം തീയതിയോട് കൂടിയാണ്. ഒക്ടോബർ 5-ന് നെടുമ്പാശ്ശേരിയിൽ എത്തിയതും പിന്നീട് ആലുവ മെട്രോ സ്റ്റേഷന് സമീപത്ത് നിന്നുള്ള സൂരജ് ലാമയുടെ ദൃശ്യങ്ങളൊക്കെ അന്ന് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം എങ്ങോട്ട് പോയി എന്ന് അന്വേഷിച്ചപ്പോഴാണ് കാക്കനാടുള്ള ഒരു പ്രദേശത്ത് നിന്ന് റോഡിൽ കിടക്കുന്ന രീതി, അലഞ്ഞു നടക്കുന്ന രീതിയിൽ സൂരജ് ലാമയെ കാണുകയും അവിടുത്തെ പ്രദേശവാസികൾ പോലീസിനെ അറിയിക്കുകയും ഒക്കെ ചെയ്തത്. അന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചു എന്നതായിരുന്നു ഒരു സംശയം ഉണ്ടായിരുന്നത്. പിന്നീട് എവിടേക്ക് പോയി കൃത്യമായി ചികിത്സ നൽകാനോ തുടർ നടപടികൾ കൊണ്ടുപോകാനോ ആശുപത്രിക്കോ പോലീസിനോ കഴിഞ്ഞില്ല. അതൊരു വലിയ വീഴ്ചയായി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മകൻ അച്ഛന് വേണ്ടി വലിയ നിയമ പോരാട്ടമൊക്കെ നടത്തിയത്. കൊച്ചിയിലും പെരുമ്പാവൂർ മേഖലയിലുമൊക്കെ അച്ഛൻ എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് പോസ്റ്ററുകൾ ഒട്ടിച്ച് മകൻ നടന്നിരുന്നു. നെടുമ്പാശ്ശേരി പോലീസിലടക്കം പരാതിയും ഒക്കെ കൊടുക്കുകയും ഒക്കെ ചെയ്തതാണ്. എന്തായാലും ഇപ്പോൾ ഈ സംശയം പോലീസ് പങ്കുവെക്കുന്നതും സൂരജ് ലാമയുടെ കാണാതായ ഭാഗത്ത് നിന്ന് തന്നെ ഇങ്ങനെയൊരു മൃതദേഹം കണ്ടെത്തി എന്നുള്ളത് കൊണ്ടാണ്, ഏറെക്കുറെ സാമ്യതകളുണ്ട് എന്നുള്ളത് കൊണ്ടാണ് എന്തായാലും സൂരജ് ലാമയുടെ മകൻ സാന്റൻ ലാമ ഇക്കാര്യം അറിയിച്ചു. ബാംഗ്ലൂരിൽ നിന്ന് സാന്റൻ ലാമ കൊച്ചിയിലേക്ക് പുറപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ ഹൈക്കോടതി ഈ കാര്യത്തിൽ എന്ത് നടപടി എടുത്തു എന്ന ചോദ്യം കഴിഞ്ഞ ദിവസം ഉന്നയിച്ചിരുന്നു. വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ഇവിടെ പരിശോധനയടക്കം നടത്തിക്കൊണ്ടിരുന്നത്. അതിനിടയിലാണ് ഇങ്ങനെ ഒരു മൃതദേഹം കണ്ടെത്തുകയും ചെയ്തത്. നമുക്ക് ഞങ്ങളുടെ സേവനം ആവശ്യപ്പെട്ടിരുന്നു. ഇന്നലെയല്ല, കഴിഞ്ഞ ആഴ്ച പോലീസ് നമ്മുടെ DGക്ക് കത്ത് കൊടുത്തിട്ട് ഇന്നലെ വൈകുന്നേരമാണ് ഞങ്ങളുടെ അവർ പോലീസ് നടത്തിയിരുന്നു. അവരെ പോലീസ് നായൊക്കെ പരിശോധിച്ചെന്നാണ് കേട്ടത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്ന് 2ആയിട്ട് തിരിഞ്ഞ്, അപ്പോൾ ഞങ്ങൾ ഒരു ടീം ഞങ്ങളുടെ ഇവിടെ വന്നു, ഞങ്ങൾ അപ്പുറത്ത് പോയി. ഇതിലൊരു പരിശോധിപ്പാണ് നമ്മുടെ ടീമിനെ കണ്ടെത്തിയത്. തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിലാണ്. തിരിച്ചറിയാൻ പറ്റില്ല. അത് അവരുടെ ബന്ധുക്കൾ വരാനായിട്ട് അല്ല, അത് പോലീസ് തീരുമാനിക്കും. നമുക്ക് അതിന്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു. നമ്മൾ കണ്ടെത്തി അത്ര കഴിഞ്ഞു. ബാക്കി അവരോട് ചോദിച്ചത്. അല്ല, ഇവിടെ നിന്ന് താഴത്ത് ആണ്. അവിടെ ഈ ഇവിടെ നിന്ന് വെള്ളം പോണ ഒരു ചെറിയ ഒഴുക്ക് ചാലിൻ്റെ ആ ഭാഗത്ത് അവിടെ ആണ്. ഞങ്ങൾ അവിടെ നിന്ന് വന്ന തൃശ്ശൂരിൽ നിന്ന് ഞങ്ങൾ 5 പേരുണ്ട്. അല്ല, ഞങ്ങൾ ഇത് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് വന്നതാണ്. നമ്മുടെ ഡയറക്ടർ ജനറലിൻ്റെ ഉത്തരവ് ഇന്നലെ വൈകിട്ട് മെയിൽ വന്നു. അങ്ങനെ ഞങ്ങളോട് പറഞ്ഞിട്ട് ഞങ്ങൾ വന്നാണെന്ന് പറയും. അപ്പോൾ പോലീസിൻ്റെ ഏതോ ടീം പരിശോധിക്കണ്ടായിരുന്നു. അവരുടെ കൂടെ ഞങ്ങൾ 2 വിങ്ങായിട്ട് തിരിഞ്ഞ്. അപ്പോൾ ഞങ്ങളുടെ ഒരു വിങ് ഇവിടെ വന്നപ്പോൾ നമ്മുടെ കൂടെയുള്ള ഷബീറും ജിബുവാണ് അത് കണ്ടത്. നമ്മൾ ഈ ഭാഗത്തായിരുന്നു സൂരജ് ലാമയെ കണ്ടവരുണ്ട് പറഞ്ഞിരുന്നു. ഗേറ്റിൻ്റെ അവിടെ കണ്ടെന്നാണ് നമ്മളോട് പറഞ്ഞത്. 10-ാം തീയതി, അതായത് 10-ാം മാസം 10-ാം തീയതിയാണ് ലാസ്റ്റ്. പിന്നെ ഇങ്ങ് നോക്കിയിട്ട് ഇവർ കണ്ടിട്ടില്ല. ഒരുപാട് അന്വേഷണം നടത്തി. അങ്ങനെ വന്ന് അവരും സെർച്ച് ചെയ്തു. പോലീസ് നായൊക്കെ വെച്ച് സെർച്ച് ചെയ്തെന്നാണ് പറഞ്ഞത്.
ഒന്ന് നമുക്ക് സംയുക്തമായിട്ട് തിരച്ചിലെടുത്തപ്പോൾ ഞങ്ങൾ ഇവിടെ കണ്ടതാണ്. ഏതെങ്കിലും തരത്തിൽ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു സാധ്യത അത് ഡ്രസ്സ് അത് അവർ വന്ന് നോക്കിയാലേ ഉള്ളൂ. പിന്നെ ഇനി DNA അങ്ങനെയൊക്കെ നോക്കേണ്ടി വരും. ശാസ്ത്രീയ പരിശോധനകൾ വേണ്ടി വരും അത് പോലീസ് കൂടുതൽ കാര്യങ്ങൾ പറയും. അദ്ദേഹം കൃത്യമായി തന്നെ പറഞ്ഞു. അതായത് DIGയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ മകൻ കൊടുത്ത കേസിൽ സൂരജ് ലാമിയെ കണ്ടെത്തുന്നതിനുള്ള കൃത്യമായി പരിശോധനകൾ വേണമെന്ന് കോടതി ആവശ്യപ്പെടുകയായിരുന്നു. അതനുസരിച്ചാണ് തൃശ്ശൂരിൽ നിന്നടക്കമുള്ള പ്രത്യേക സംഘം ഇവിടെ എത്തിയത്. ഇവിടെ NIA ഓഫീസിന് സമീപത്ത് വെച്ച് ഒക്ടോബർ 10-ാം തീയതി സൂരജ് ലാമിയെ അവസാനമായി കണ്ടിരുന്നു. അതിൻ്റെ CCTV ദൃശ്യങ്ങളടക്കം മകൻ കണ്ടെത്തുകയും അത് പോലീസിന് കൈമാറുകയും ഒക്കെ ചെയ്തതാണ്. നെടുമ്പാശ്ശേരി പോലീസിലാണ് അന്ന് പരാതി കൊടുത്തത്. ആ സാഹചര്യത്തിലാണ് ഈ മേഖലയിൽ കുറച്ചുകൂടി കേന്ദ്രീകരിച്ച് പരിശോധന നടത്താൻ തീരുമാനിച്ചത്. അങ്ങനെയാണ് ഇവിടെ പരിശോധന നടത്തിയപ്പോൾ ഇവിടെ ഒരു തോട് ഒഴുകുന്നുണ്ട് ഇതിൻ്റെ താഴെ. ആ ഭാഗത്ത് വെച്ചാണ് ഒരു മൃതദേഹം കണ്ടെത്തിയതെന്ന് സ്പെഷ്യൽ ഫോഴ്സിലെ അംഗങ്ങൾ പറയുന്നു. അവർ 5 അംഗ ടീമായിരുന്നു. സമാന്തരമായി പോലീസിൻ്റെ ഭാഗത്തുനിന്ന് പരിശോധന ഉണ്ടായിരുന്നു. അവർ പറയുന്നത് ഇതിനു മുമ്പ്, അതായത് സൂരജ് ലാമിയെ കാണുന്നില്ല, ഈ ഭാഗത്ത് വെച്ച് മിസ്സിംഗ് ആയെന്ന മകൻ പരാതി നൽകിയതിന് പിന്നാലെ പോലീസ് നായയൊക്കെ ഉപയോഗിച്ച് ഈ ഭാഗത്ത് പരിശോധന നടത്തിയിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണോ അന്ന് കണ്ടെത്താൻ കഴിയാത്തെന്ന ചോദ്യം കൂടി ഉയർന്നുണ്ട്. എന്തായാലും സൂരജ് ലാമിയുടേതാണെന്നൊരു സംശയം ഉയർന്ന സാഹചര്യത്തിലാണ് മകനോടക്കം ഇവിടേക്ക് എത്താൻ പറഞ്ഞത്. നമുക്ക്